നാലാമത്തെ ദിവസം രാവിലെ നോമ്പ് പിടിക്കാൻ സമയമായി. വെള്ളം പോലും കുടിക്കാനില്ലാതെ അല്പം വെള്ളം എവിടെ നിന്നോ കിട്ടി. ഭാര്യ കൊണ്ടുപോയി അടുത്ത് വെച്ചിട്ട് പറയുന്ന ഭർത്താവിന്റെ ചാരത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ നായില കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് പറഞ്ഞിതെന്തൊരു പരീക്ഷണമാ അല്ലാഹ്, എന്റെ ഭർത്താവിന് നോമ്പുകാരനാണല്ലോ, നോമ്പ് തുറക്കാനും നോമ്പ് പിടിക്കാനും പച്ചവെള്ളം പോലും കുടിക്കാൻ ഇവരെ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുമ്പോ ഉസ്മാന് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ നോമ്പ് തുറന്നില്ലെന്നാരാ പറഞ്ഞത്? ഞാൻ നോമ്പ് മുറിച്ചില്ലെന്നാരാ പറഞ്ഞത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. നായില ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, ഇന്നലെ അല്ലാഹുവിന്റെ റസൂൽ എന്റെ അടുക്കൽ വന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് എന്റെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈ കൊണ്ട് എന്റെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു തന്നു. ഞാൻ ഇന്നലെ വെള്ളം കുടിച്ചാണ് നോമ്പ് തുറന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റഅയ്തുൽ ബാരിഹ ഫഇന്നക മഫ്തൂൻ. അല്ലാഹുവിന്റെ റസൂൽ എന്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് നോമ്പ് മുറിക്കാൻ വെള്ളം തന്നു, എനിക്ക് നോമ്പ് തുറിക്കാൻ വെള്ളം തന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് നീ എന്റെ കൂടെയാ. അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നാളെ നോമ്പ് തുറക്കുന്നത് നീ എന്റെ കൂടെയാണ്. അബൂബക്കറും ഉണ്ടാകും, ഉമർ ഇബ്നുൽ ഖത്താബും ഉണ്ടാകും. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ചാ നോമ്പ് തുറക്കുന്നത്. നാളെ നീ മരിക്കുമെന്ന് മുത്തുനബി വന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനെ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണ്. നാളെ മഗ്രിബിന്റെ മുമ്പ് നീ നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, നാളെ മുത്തുനബിയുടെ കൂടെയാണല്ലോ, മുത്തുനബിയുടെ കൂടെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്, ലികുല്ലി നബിയിൻ റഫീഖി വറഫീഖി ഉസ്മാൻ. എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ, എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ദുൽഹജ്ജ് 17 വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ സുബഹി നമസ്കരിക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരടിമയെ വിളിക്കുകയാ, ഒരടിമയെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, എനിക്കിടാൻ ഒരു കമീസും പാന്റും കൊണ്ടുവരണം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു, എനിക്ക് ധരിക്കാൻ ഒരു കമീസും ഒരു പാന്റും കൊണ്ടുവരണം. ഉസ്മാൻ തങ്ങൾ മുണ്ടെടുക്കുന്ന സ്വഹാബിയാ, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ മുണ്ടെടുത്തിരുന്ന സ്വഹാബിയാ. അവിടെ പറഞ്ഞു, എനിക്കൊരു കമീസ് വേണം, എനിക്കൊരു പാന്റ് വേണം. എന്തിനാ അത് ധരിച്ചതെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പാന്റ് ഇട്ടിട്ട് മുറുക്കി കെട്ടുകയാണ്. ഉസ്മാൻ തങ്ങൾ പാന്റ് മുറുക്കി കെട്ടിവെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കമീസ് ഇട്ടു. എന്തിനെന്നറിയോ? എന്തിനെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാം തൻ മാതാവിനെ വധിക്കാൻ പോവുകയാണ്. വീടിന്റെ പുറത്ത് നിൽക്കുന്ന ശത്രുക്കൾ ഉസ്മാൻ തങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുമല്ലോ. ആ വെട്ടിമുറിക്കുന്ന സമയത്ത് മുണ്ടെടുത്താൽ ഔറത്ത് വെളിവാകുമല്ലോ, മുണ്ടെടുത്താൽ ഔറത്ത് വെളിവാകുമല്ലോ. അതുകൊണ്ട് ഒരാളും എന്റെ ഔറത്ത് കാണരുത്. ഞാൻ മരിച്ചു കിടക്കുമ്പോ ഒരാൾ പോലും എന്റെ ഔറത്ത് കാണരുത്. കാണാതിരിക്കാൻ നേരത്തെ പാന്റ് ധരിച്ചു.
കമീസിട്ടോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു. അവിടുന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. സൂറത്തു ത്വാഹ ഓതി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പുകാരനായിട്ടിരുന്ന് ഖുർആൻ ഓതുകയാ. 2 റക്അത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വീട് തീയിട്ടു. വീടിന്റെ വാതില് തീയിട്ട് നശിപ്പിച്ചു. ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവേ ശത്രുവതാ വാളെടുത്തിട്ട് ഉസ്മാൻ തങ്ങളെ വിട്ടുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ കൊണ്ട് തടയുകയാ. വലത് കൈ കൊണ്ട് ഖുർആൻ പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, വാളുകൊണ്ട് വെട്ടാമെന്നവനെ തടഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈയവന് വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് വലത് കൈ വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചു. നായില റളിയല്ലാഹു തആല അൻഹ ഇത് കണ്ടപ്പോ ഓടി വന്നിട്ട് പടച്ചവനെ വാളിൽ കേറി പിടിച്ചു. നായില റളിയല്ലാഹു തആല അൻഹയുടെ 2 കൈയും വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടെ നിന്ന് പിടഞ്ഞു താഴെ വീണു. അപ്പോഴാണ് റബ്ബേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ അബൂബക്കർ തങ്ങളുടെ പൊന്നുമോൻ കേറി വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ കേറി പിടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിയിൽ കേറി പിടിച്ചു. ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഉസ്മാൻ തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മകനോട് ചോദിച്ചു, യാ ഇബ്നു അഖീ, എന്റെ കൂട്ടുകാരന്റെ മോനെ, നീ പിടിച്ച താടി നിന്റെ വാപ്പ ബഹുമാനിച്ചതാ. നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നിന്റെ വാപ്പ ആദരിച്ചതാ, ബഹുമാനിച്ചതാ. ഇന്ന് നീ അതിൽ കേറി പിടിച്ചിരിക്കുന്നല്ലോ. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങളുടെ പൊന്നുമോനങ്ങ് കൈവിട്ടു. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പടച്ചവനെ, ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. അപ്പോഴാണ് റബ്ബേ ആ മനുഷ്യൻ അബൂബക്കർ തങ്ങളുടെ മകൻ ഇറങ്ങി പോകുമ്പോ അവിടെ നിന്ന് തൗബ ചെയ്തുകൊണ്ട് ഇറങ്ങി പോകുമ്പോ ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് വരിഞ്ഞു കയറി ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ വാളുകൊണ്ട് തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ എപ്പോഴും ഹൃദയത്തിൽ വെച്ചു. പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ താഴെ വീഴാതെ പഠിക്കടാ ചെറുപ്പക്കാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് കിടന്ന് പിടയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്. ഖുർആൻ ഇങ്ങനെ നൂത്ത് വെച്ചിരിക്കുകയാണ്. ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ തന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ നോക്കുമ്പോ രക്തം പോയിട്ട് വീഴുന്നത് ഒരായത്തിന്റെ മുകളിലാ. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം വീണത്. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ഷഹീദാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ താഴെ വീഴാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ഷഹീദായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രമെടുത്തു നോക്ക്. ഉസ്മാൻ തങ്ങളുടെ തല വെട്ടി മുറിക്കാൻ തയ്യാറായി. ഉസ്മാൻ തങ്ങളുടെ തല മുറിച്ചെടുക്കാൻ വേണ്ടി ശത്രുക്കൾ തയ്യാറായി. പടച്ചവനെ, ഒരാൾ പറഞ്ഞു നിങ്ങൾ എടുക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ മയ്യത്ത് കണ്ടപ്പോ മുഖത്തടിച്ചവരുണ്ട്, നെഞ്ചത്ത് ചവിട്ടിയവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രമെടുത്തു നോക്ക്. അവർ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. അവര് മുഴുവനും അല്ലാഹുവേ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ നിന്നവര് മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് ചത്തുപോയെന്നാ ചരിത്രം പറയുന്നത്. അന്ന് മഹാനായ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ നിന്നവര് മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് ചത്തുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മരണത്തിന്റെ രംഗം പറഞ്ഞ
പറഞ്ഞ് കരയുകയാ. അവിടെ നിന്നൊരു മഹാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്മാന് തങ്ങളുടെ മയ്യത്ത് കണ്ടപ്പോ ഉസ്മാന് തങ്ങളുടെ മുഖത്ത് നിന്ന് ഞാൻ അങ്ങ് തുണിയെടുത്തു മാറ്റി. ഉസ്മാന് തങ്ങളുടെ മുഖത്ത് നിന്ന് ഞാൻ തുണിയെടുത്തു മാറ്റി. ആ മരിച്ചു കിടന്നപ്പോഴും മുഖത്ത് കണ്ട ചിരിയുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹീദായി കിടക്കുമ്പോഴും കയ്യും കാലും മുഴുവനും വെട്ടി നുറുക്കിയിട്ട് പടച്ചവനെ ഷഹീദായി കിടക്കുമ്പോഴും ആ മുഖത്ത് വല്ലാത്ത ഒരു ചിരിയായിരുന്നു. ആ ചിരി കണ്ടപ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് മുഖത്തടിച്ചു. എന്റെ കൈ കൊണ്ട് ഞാൻ മുഖത്തടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറയുകയാ, എന്റെ കൈ വിറകു പോലെയായി പോയി. എന്റെ കൈ വിറകു പോലെയായി പോയി. ആ തല്ലിയ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ആ മനുഷ്യന് ഉപകാരം ഉണ്ടായില്ല. ആ മനുഷ്യനാണ് കഅബയുടെ ചുറ്റത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം തമ്മിലടിക്കേണ്ടവരല്ല, ചെളിവാരി എറിയേണ്ടവരല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, നമ്മളൊക്കെ കൂടെ പറപ്പാ. എന്തു മറന്നാലും അത് മറന്നു പോകരുത്. നമ്മളൊക്കെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, പടച്ചവനെ നമ്മളൊക്കെ കൂടെ പറപ്പാട്. ആരും അത് മറന്നു പോകരുത്. പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും നാണം കെടുത്തുമ്പോഴും ചീത്ത പറയുമ്പോഴും നീ ചിന്തിക്കണം, അല്ലാഹുവേ അവൻ ഒരു മുസ്ലിമാണല്ലോ. മുഅ്മിനൂന ഇഖ്വാ, നമ്മുടെ കൂടെ പറപ്പുകളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട